Hi friends, എല്ലാവർക്കും ടെക്നിക് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇൻവെർട്ടറിൻ്റെ വയറിംഗ് ആണ്. അപ്പോൾ വീഡിയോന് കുറച്ച് ലെങ്ത് ഉണ്ടാവും, കാരണം നമ്മൾ A to Z വരെ അതായത് ഫുൾ കാര്യങ്ങൾ നമ്മളിന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലേക്കോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വയറിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ വയറിംഗ് ചെയ്യുന്ന ഡയഗ്രാം. അപ്പൊ നമ്മൾ ആദ്യമേ നമ്മൾ ഇത് ഉപയോഗിച്ച കളറുകൾ പറയാൻ വയറുകളുടെ, അതായത് നമ്മൾ ഗ്രീൻ ഉപയോഗിച്ചിരിക്കുന്നത് എർത്തിങ്ങിന് വേണ്ടി, ബ്ലാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂട്രൽ, റെഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഫേസ്, പിന്നെ നമ്മൾ ഇവിടെ നീല ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഫേസ് ആണ്. നമ്മൾ പറഞ്ഞുതരാം എങ്ങനെ ഉപയോഗിച്ചതെന്നൊക്കെ. അപ്പൊ നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ആദ്യം മുതൽ കണക്ഷൻ എങ്ങനെയാന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ KCB പോസ്റ്റുമേന്ന് ന്യൂട്രും ഫേസും നമ്മുടെ KCB മീറ്ററിലേക്ക് വരും. നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്ന KCB മീറ്ററിലേക്കാണ് ആദ്യം ന്യൂട്രും ഫേസും വരുന്നത്. പിന്നെ അവിടുന്ന് ന്യൂട്രും ഫേസും കോമൺ ആയിട്ട്, അതായത് രണ്ടും ഒരുമിച്ച് നമ്മുടെ വീടിന്റെ അകത്ത് വെച്ചേക്കണ മെയിൻ സ്വിച്ച്, അതായത് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിന്റെ അകത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, അതായത് നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ അകത്ത് നമ്മൾ ഇതുപോലെ ഐസൊലേറ്റർ, ELCB, MCB ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതിന്റെയൊക്കെ കണക്ഷനാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ന്യൂട്രും ഫേസ് നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ഫേസും ന്യൂട്രും നമുക്ക് നേരെ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിന്റെ വെച്ചാണ് ആദ്യം ഐസൊലേറ്റർ. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഐസൊലേറ്റർ ആണ്. അപ്പൊ ഐസൊലേറ്റർ നമ്മൾ വെച്ചിരിക്കുന്നത് 40 ആംപിയറിന്റെ ഐസൊലേറ്റർ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഇൻപുട്ടിലേക്ക് ന്യൂട്രും ഫേസും കയറും. നമ്മുടെ ന്യൂട്രും ഫേസ് നമ്മുടെ KCB മേന്ന് നേരെ വന്ന് ന്യൂട്രും ഫേസ് നമ്മുടെ ഐസൊലേറ്ററിലേക്ക് കയറും. പിന്നെ ഐസൊലേറ്ററിന്റെ ഔട്ട്പുട്ട് ന്യൂട്രും ഫേസ് നേരെ കോമൺ ആയിട്ട് പോയി നമ്മുടെ നേരെ ELCBയിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇവിടെ ന്യൂട്രും ഫേസ് നമ്മുടെ ഐസൊലേറ്ററിലേക്ക് കയറി, പിന്നെ അവിടെ നിന്ന് വീണ്ടും നമ്മുടെ വയറിംഗ് ലൂട്ട് ചെയ്ത് നമ്മുടെ തൊട്ടപ്പുറത്തേക്കാണ് ELCB. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തൊക്കെ ELCB അല്ലേ ഇവിടെ വരുന്നത്, ചില സമയത്ത് ഇവിടെ RCCB ആണ് വരുന്നത്. അപ്പൊ ELCB RCCB എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സൈഡിൽ കാണുന്നതാണ് ELCB, ഈ സൈഡിൽ കാണുന്നത് RCCB. നമുക്ക് ഫോട്ടോ കാണിച്ചു തരാം. അതാണ് ELCB, ഇതാണ് RCCB. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ കാലത്ത് നമ്മള് ELCB കിട്ടാനില്ല, നമ്മൾ RCCB ആണ് വെക്കുന്നത്. അപ്പൊ ELCB RCCB തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ELCB ആണ്. നമുക്ക് ചില സമയത്ത് ഇവിടെ RCCB ആയിരിക്കും ഇപ്പോഴത്തെ കാലത്തൊക്കെ ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ELCB ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതും നമ്മൾ 40 ആംപിയറാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ന്യൂട്രും ഫേസ് നമ്മുടെ ഐസൊലേറ്ററിലേക്ക് കയറി, അവിടുന്ന് ഔട്ട്പുട്ട് നമ്മുടെ ELCBയുടെ ഇൻപുട്ടിലേക്കാണ് ന്യൂട്രും ഫേസും കയറുന്നത്. ന്യൂട്രും ഫേസ് ഇവിടെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ന്യൂട്രൽ കോമൺ ആയിട്ട് നമ്മുടെ ന്യൂട്രൽ ബാറിലേക്ക് പോകും. അതായത് നമ്മുടെ ന്യൂട്രൽ ബാർ എന്ന് പറഞ്ഞ ഒരു ലിങ്ക്, നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ മേളിൽ ഒരു കമ്പി പോലെ വേണ്ട, അതാണ് ന്യൂട്രൽ ലിങ്ക്. അതിലേക്കാണ് നമ്മുടെ ന്യൂട്രൽ കോമൺ ആയിട്ടുണ്ട്. ഈ ബ്ലാക്ക് പോയിരിക്കുന്ന ന്യൂട്രൽ, ഇവിടെ 2 ന്യൂട്രൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് തലവെച്ച്, അതായത് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ ELCB മേന്ന് ന്യൂട്രൽ നേരെ നമ്മുടെ ന്യൂട്രൽ ലിങ്കിലേക്കാണ് പോകുന്നത്. പിന്നെ നമ്മുടെ ELCBയുടെ ഫേസ്, നമ്മുടെ നേരെ ഫേസ് പോയിരിക്കുന്നത് നമ്മുടെ MCBയിലേക്കാണ്. ഈ 1, 2, 3 കാണുന്നത് 16 ആംപിയറിന്റെ MCB ആണ്. അപ്പൊ നമ്മള് MCB എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് അതിനൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മുടെ MCBയിലേക്കാണ്. ഈ 1, 2, 3 MCBയിലേക്കാണ് നമ്മുടെ ELCBയുടെ ഫേസ്, നമ്മുടെ ഈ ഫേസ് അടിയിലേക്ക് കയറിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫേസ് ഔട്ട്പുട്ട് പോയിരിക്കുന്നത് നമുക്ക് കാണാം. ഒന്നാമത്തെ ELCB നമ്മൾ നേരെ ഫേസ് പോയിരിക്കുന്നത് നമ്മുടെ ഈ മോട്ടറിലേക്കാണ്. മോട്ടറും ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ലോഡ് കൂടുതലായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ 16 ആംപിയറിൽ ഇട്ടത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ELCB മേന്ന് ഫേസ് MCB മേന്ന് ഫേസ് പോയിരിക്കുന്നത് നമ്മുടെ മോട്ടറിലേക്കാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ഫേസ്, അതായത് രണ്ടാമത്തെ MCB അതുമേലത്തെ ഫേസ് നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിലേക്കാണ്. നമ്മളിപ്പോ ഇവിടെ ഫ്രിഡ്ജ് മോട്ടർ എടുത്തത് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇവിടെ വേറെ വലുതായിരിക്കും വരുന്നത്, അതായത് നമുക്ക് ഇവിടെ ഈ പോണത് നമുക്ക് 16 ആംപിയറിന്റെ AC-യിലേക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തെ മോട്ടറിലേക്കും രണ്ടാമത്തെ ഫ്രിഡ്ജിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാണാം നമ്മൾ മൂന്നാമത്തെ, അതായത് നമ്മൾ മൂന്നാമത്തെ MCB കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരെ, അതായത് നമ്മുടെ ഈ MCB നേരെ പോയിരിക്കുന്നത് ഒരു പവർ ഷോക്കറ്റിലേക്കാണ്, അതായത് നമ്മുടെ പ്ലഗിലേക്ക്, അതായത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് കൊടുക്കണ പ്ലഗിലേക്കാണ് നമ്മൾ കണ്ട. ഇവിടെ നമ്മുടെ ഫേസ് റെഡ് ആണ് ഫേസ്. അപ്പൊ നമ്മൾ നേരെ ഇത് പോയിരിക്കുന്നത് നമ്മുടെ ഈ സ്വിച്ച് മേക്കാണ്. പിന്നെ ആ സ്വിച്ച് മേന്ന് നമ്മൾ ആഡിയലത്തെ ഇതുമേന്ന് എടുത്ത് നമ്മുടെ പ്ലഗിലേക്ക് കൊടുത്തേക്കണം. അപ്പൊ ഇതെന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യുന്നത് 1, 2, 3 നമുക്ക് MCB മനസ്സിലായല്ലോ. അതായത് ഒന്നാമത്തെ നമ്മുടെ മോട്ടറിലേക്കും രണ്ടാമത്തെ നമ്മൾ ഫ്രിഡ്ജിലേക്കും. ഈ 1, 2, 3 നമ്മൾ ഇത് കൊടുക്കൂല, അതായത് ഇൻവെർട്ടറിന്റെ ലൈൻ കൊടുക്കൂല, കാരണം അത് ലോഡ് കൂടുതൽ വലിക്കുന്നതാ. ലോഡ് കൂടുതൽ വലിക്കുന്നതിൽ നമ്മൾ ഇൻവെർട്ടർ ലൈൻ കൊടുക്കൂല, ലോഡ് കുറച്ചതിൽ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത് കാണാം നമ്മള് 4, 5, 6 എന്ന് പറയുന്നത് ഇൻവെർട്ടറിന്റെ ഫേസ് തന്നെ ലൈൻ, അതായത് 4, 5, 6 നമ്മള് നമ്മുടെ ഇൻവെർട്ടറിന്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്, ഇൻവെർട്ടറിന്റെ ലോഡ് കൊടുത്തിരിക്കുന്നത് 4, 5, 6 അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മളിവിടെ മൂന്നാമത്തേന്ന് ഫേസ് പോയി നമ്മുടെ സ്വിച്ച് ബോർഡിന്റെ
അതിലേക്ക് കയറിയിരിക്കണം. ഇവിടുന്ന് നമ്മൾ സാധാ സ്വിച്ച് വെക്കണ വഴി തന്നെ നമ്മൾ ഇവിടുന്ന് ഔട്ട് എടുത്തിട്ട് നമ്മളെ പ്ലഗിന്റെ ഫേസ് കൊടുത്തേക്കണം. അപ്പൊ നമ്മൾ ന്യൂട്രൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ന്യൂട്രൽ ഉണ്ടോ, നമ്മുടെ ഈ ന്യൂട്രൽ ലിങ്ക് കൊടുത്തേക്കണേ. ഇവിടെ നമ്മൾ 2 വെച്ചിട്ടുണ്ട്. അതെന്താന്ന് നമ്മൾ പറഞ്ഞുതരാം. സാധാരണ ഇത് ഒറ്റ ന്യൂട്രൽ ബാറാണ് വേണ്ടത്. അതായത് ഇൻവെർട്ടറിനായാലും KCBക്ക് ആയാലും കോമൺ ന്യൂട്രൽ ഒക്കെ കോമൺ ആണ്. അത് എങ്ങനെ ഇൻവെർട്ടറിന്റെ വയറിംഗ് ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ചെയ്യുമ്പോൾ ന്യൂട്രൽ കോമൺ ആയിരിക്കും. പക്ഷെ നമ്മൾ ഇവിടെ 2 എടുത്തേക്കുന്നത്, ഈ ഒരെണ്ണം എടുത്തേക്കുന്നത് നമ്മുടെ ELCB എന്ന് പറഞ്ഞ ന്യൂട്രാണ്. കണ്ടത് നമുക്ക് ഇവിടെ കാണാം. നമ്മുടെ ഈ ബ്ലാക്ക് പോയിരിക്കുന്നത് ELCB എന്ന ന്യൂട്രാണ്. ഈ ന്യൂട്രൽ നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ആണ്. പക്ഷെ നമുക്ക് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ഫേസ് മാത്രം മതി. സാധാരണ രീതിയിൽ നമുക്ക് ന്യൂട്രൽ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ന്യൂട്രും ഇവിടെ തന്നെ എടുത്ത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ന്യൂട്രൽ 2 ഒരുമിച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ന്യൂട്രൽ കോമൺ ആണ്. നമുക്ക് ന്യൂട്രൽ 2 ന്യൂട്രൽ ഒരുമിച്ച് കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ ന്യൂട്രൽ, അതായത് നമ്മുടെ ELCBക്ക് ന്യൂട്രൽ കയറിയിട്ടുണ്ട്. ഈ ന്യൂട്രൽ 3 നമ്മൾ പോയിരിക്കുന്നത്. ഒരെണ്ണം നമ്മുടെ മോട്ടറിലേക്ക് ഉണ്ടാവും. മോട്ടറിന്റെ ഇവിടെ ന്യൂട്രൽ പോയി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരെണ്ണം പോയിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിലേക്കാണ്. അപ്പൊ 2 ന്യൂട്രൽ അവിടെ കഴിഞ്ഞു. പിന്നെ ഒരു ന്യൂട്രൽ നമ്മൾ നേരെ കോമൺ ആയിട്ട് നമ്മുടെ ഇൻവെർട്ടറിന്റെ സോക്കറ്റിലേക്ക്, അതായത് ഇൻവെർട്ടറിന്റെ പ്ലഗിന്റെ അവിടേക്കാണ് നമ്മൾ ന്യൂട്രൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇൻവെർട്ടറിന്റെ ഇവിടെ ന്യൂട്രൽ ഫേസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത എർത്താണ്. എർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെ എർത്ത് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ എർത്ത് ചെയ്യുന്നത് നമ്മുടെ മീറ്റർ, അതായത് KCBയുടെ മീറ്റർ നമ്മൾ ആദ്യം വെക്കുമ്പോൾ തന്നെ അവർ എർത്ത് ചെയ്തിടും. എർത്ത് ചെയ്തില്ല നമുക്ക് അങ്ങനെ KC മീറ്റർ വെക്കാൻ ഇതില്ല. അതായത് എർത്തൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താണ് അവർ നോക്കും. അപ്പൊ നമ്മൾ എർത്തിങ്ങോട് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ എർത്തിങ്ങിന്റെ സിമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. എർത്ത് നമ്മൾ കമ്പിയിലെ എർത്തിങ്ങിന്റെ കമ്പിയുടെ കോപ്പർ വയർ ആക്കിയിട്ട് നമ്മൾ ഭൂമിയിലേക്ക് കൊടുക്കും. അപ്പൊ അവിടെ നമ്മൾ എർത്ത് ഇവിടെ ഫ്രിഡ്ജിനും മോട്ടറിനും നമ്മൾ 3 റൂമുകളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എർത്ത് ന്യൂട്രലും കോമൺ ആണ്. അതെല്ലാം ഒരേ ഇതാണ് എർത്തൊക്കെ. അപ്പൊ നമ്മൾ എർത്ത് നമ്മൾ നേരെ കൊടുത്തിരിക്കുന്നത് നമ്മൾ 3, അതായത് ഫ്രിഡ്ജ് മോട്ടർ നമ്മുടെ 3 റൂമുകളിലേക്ക്. പിന്നെ നമ്മൾ ഒരു എർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇതിലേക്ക് പോയേക്കുന്നത്. ഇവിടുന്ന് നമ്മൾ ഇൻവെർട്ടറിന്റെ പ്ലഗിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. അപ്പൊ ഇൻവെർട്ടർ ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇൻവെർട്ടർ ബാറ്ററി ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. 150H ബാറ്ററി നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇൻവെർട്ടറിന്റെ ഇൻപുട്ടിലേക്ക് ന്യൂട്രൽ ഫേസ് എർത്ത്, അതായത് ഇൻപുട്ടിലേക്കാണ് നമ്മൾ കണ്ടത്. ന്യൂട്രൽ ഫേസ് എർത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രൽ ബ്ലാക്ക്, എർത്ത് ഗ്രീൻ, ഫേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡ്. അങ്ങനെ ന്യൂട്രൽ ഫേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് അത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ന്യൂട്രൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ന്യൂട്രൽ ബാറിലേക്കാണ് പോയിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തത് ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ഫേസ് എന്ന് പറയുന്നത് ഈ നീലയാണ്. അപ്പൊ നീല നമുക്ക് സാധാരണ റെഡ് ആണ് കൊടുക്കേണ്ടത്, റെഡ് വയർ. പക്ഷെ നമ്മൾ കാണിക്കാൻ മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ നീല കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഫേസ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട്, അതായത് ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ട് ആണ്. അപ്പൊ ഈ കറണ്ട് പോയി കഴിയുമ്പോൾ ഇവിടെ ഈ ബാറ്ററിയിൽ നിന്ന് ചാർജ് എടുത്ത് ഇവിടെ ആയിരിക്കും സപ്ലൈ തന്നെ. അപ്പൊ നമ്മുടെ ഈ ഫേസ് നമ്മൾ പോയിരിക്കുന്നത് നമ്മൾ നേരെ കണ്ടോ, നമ്മുടെ നേരെ നമ്മൾ 4, 5, 6 വെച്ചാണ് MCBയുടെ ഇൻപുട്ടിലേക്കാണ്. അപ്പൊ നമുക്ക് ഇവിടെ കാണാം 4, 5, 6 MCBയുടെ ഇൻപുട്ട്. ഇതാണ് നമ്മുടെ ലോഡ് കൊടുക്കുന്നത്. അതായത് ഈ 3 MCB ആണ് കറണ്ട് വയ്ക്കുമ്പോൾ ഇതിനകത്ത് ലോഡ് വരുള്ളൂ. അപ്പൊ കറണ്ട് വയ്ക്കുമ്പോൾ 1, 2, 3 കണക്ഷൻ വരില്ല. കാരണം നമ്മുടെ ഇൻവെർട്ടർ ലൈൻ കൊടുത്തിരിക്കുന്നത് ലോഡ് കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ MCB 6 ആംപിയറിനാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ 4, 5, 6 എന്ന് പറയുന്നത്, 4ാമത്തേന്ന് പറയുന്നത് റൂം 1ലേക്കും, 5ാമത്തേന്ന് പറയുന്നത് റൂം 2ലേക്കും, 6ാമത്തേന്ന് പറയുന്നത് റൂം 3ലേക്കും. അപ്പൊ 3 റൂമുകളിലേക്കായിട്ടാണ് നമ്മൾ 4, 5, 6 MCB യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ റൂമുകളിൽ നമ്മൾ ഫാൻ ലൈറ്റുകൾ മാത്രമേ കൊടുക്കുള്ളൂ. ഇനി AC കൊടുക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇവിടുന്ന്, അതായത് 16 ആംപിയറിന്റെ MCB വെച്ച് എടുക്കണം. അങ്ങനെ നമ്മൾ 3 റൂമുകളിലേക്കും 4, 5, 6 MCB ആണ് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫേസ് നേരെ കോമൺ ആയിട്ട് ഔട്ട് വന്നിട്ട്, ഇൻവെർട്ടറിന്റെ ഔട്ട് വന്നിട്ട് നേരെ നമ്മുടെ 4, 5, 6 MCBയുടെ ഇൻപുട്ടിലേക്ക് എറിയണം. അവിടെ നിന്ന് ഓരോ റൂമുകളിലേക്ക് നമ്മൾ എവിടേക്കാണ്, ഇപ്പൊ നമ്മൾ 6 MCB വെച്ചിട്ടുള്ളൂ. നമുക്ക് റൂമുകൾ ഇനി ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് MCBകൾ വെക്കാം. അപ്പൊ നമ്മൾ 4, 5, 6 എന്ന് പറയുന്നത് 4ാമത്തെ നമ്മുടെ റൂം 1ലേക്കും, 5ാമത്തെ നമ്മുടെ റൂം 2ലേക്കും, 6ാമത്തെ നമ്മുടെ റൂം 3ലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ റൂമുകളിലേക്ക് ഫേസ് എല്ലാം നമ്മുടെ ഇൻവെർട്ടറിന്റെ ഔട്ട്പുട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ന്യൂട്രൽ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻവെർട്ടറിന്റെ ന്യൂട്രലാണ്. പക്ഷെ നമ്മുടെ ഇൻവെർട്ടറിന്റെ ന്യൂട്രൽ എന്ന് പറഞ്ഞാലും നമ്മുടെ ഇവിടെ നമ്മൾ ന്യൂട്രൽ കയറ്റുണ്ടല്ലോ, അതായത് ഇൻവെർട്ടറിന്റെ ഇൻപുട്ട് ഒരു ന്യൂട്രൽ കയറ്റല്ലേ, ആ ന്യൂട്രൽ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. പക്ഷെ നമ്മളിപ്പോ സാധാരണ മനസ്സിലാവാൻ വേണ്ടിയാണ് ന്യൂട്രൽ ഫേസ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്, ഔട്ട്പുട്ട് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ ഈ 2 ന്യൂട്രൽ, ഒറ്റ ന്യൂട്രൽ ഉണ്ടാവുള്ളൂ. നമ്മൾ ഇവിടേക്ക് പോകണ ന്യൂട്രൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ KCB ELCB എന്നൊരു ന്യൂട്രൽ ഇല്ലേ, ആ ന്യൂട്രലേക്ക് 2 കോമൺ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ റൂമുകളിലേക്ക് എർത്ത് കൊടുത്തിരിക്കുന്നത് ഈ എർത്തിങ് എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എർത്ത് കൊടുത്തിരിക്കുന്നത് 3 എർത്ത് നമ്മൾ 3 റൂമുകളിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ഇൻവെർട്ടറിന്റെ സോക്കറ്റ് വെച്ചിരിക്കുന്നത് മിനിമം ഒരു 20 ആംപിയറെങ്കിലും മാക്സിമം വെക്കണം. അപ്പൊ നമ്മൾ ഈ ഇൻവെർട്ടർ എന്ന് പറയുമ്പോൾ കൂടുതൽ ലോഡ് എടുക്കുന്നതാണ്. അതായത് നമ്മുടെ ഈ 4, 5, 6 MCBയിലേക്ക് കൊടുത്താണ് റൂം 1, 2, 3 അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ കൂടെയാണ് സപ്ലൈ പോകുന്നത്.
അപ്പൊ നമ്മൾ 20 ആമ്പിയറിന്റെ മിനിമം എങ്ങനെ വെക്കണം. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇൻവെർട്ടറിന്റെ വയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിംഗിൾ ഫേസ് ഇൻവെർട്ടറിന്റെ വയറിംഗ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ഡയഗ്രാം, അതായത് നമ്മൾ ആ ഫോട്ടോ ഇല്ലേ ഡയഗ്രാം നമ്മൾ വരച്ചത്, അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറിയാൽ നമുക്ക് ഫുൾ ഡയഗ്രാം കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അത് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടും. അപ്പോൾ ഒരു പുതിയ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.